God has asked me to teach about the process of sanctification, or how do we attain sanctification. ഈ പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച കാര്യം എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാം അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിന്റെ പടികൾ പ്രക്രിയകൾ എന്ത് എന്ന് പഠിക്കുവാൻ പോവുകയാണ്. We have already learned why sanctification is necessary. എന്തുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നു. And this morning we are going to learn how can we attain sanctification. ഈ സമയം നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാം എന്നുള്ളതാണ്. The Spirit of God taught me there are two processes in sanctification. ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിച്ച കാര്യം രണ്ട് രീതിയിലുള്ള വിശുദ്ധീകരണമുണ്ട്. God sanctifies us. ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം. That is the first process or the first step in the process of sanctification. വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിൽ ആദ്യത്തെ പങ്ക് ദൈവത്താൽ വഹിക്കപ്പെടുന്നു. He sanctifies us by His word. തന്റെ വചനത്താൽ അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്നു. He sanctifies us by the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. He sanctifies us with water. വെള്ളത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. He sanctifies us by the sufferings we receive or we undergo. നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകൾ മൂലമായി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. And finally He sanctified us by the sacrifice He did on the cross of Calvary. കാൽവരിയിലെ ക്രൂശിൽ അവൻ ചെയ്ത യാഗമുഖാന്തരം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. Here the initiative is taken by God. ഇവിടെ തുടക്കം ദൈവത്താൽ നടത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നു. He sanctifies us. അവൻ നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. By His word. തന്റെ വചനത്താൽ. By His blood. തന്റെ രക്തത്താൽ. By the water. തന്റെ അവൻ ജലത്താൽ. By the chastisement we receive from Him. അവനാൽ നൽകപ്പെടുന്ന ശുദ്ധീകരണ മുഖാന്തരം. And finally by the sacrifice He did on the cross of Calvary. കാൽവരി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി ചെയ്ത യാഗം അല്ലെങ്കിൽ ത്യാഗ മുഖാന്തരം. That is only one side of sanctification. ഇത് വിശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗം മാത്രമാകുന്നു. As the coin has two sides, ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ this is the divine side of sanctification. ഇത് ദൈവികമായുള്ള ഭാഗമാണ്. God willing, we will learn it more thoroughly in the coming weeks. ദൈവഹിതമായാൽ തുടർന്നുള്ള ആഴ്ചകളിൽ ഇത് വിശദീകരിച്ച് പഠിക്കുവാൻ ഇടയാകും. The second part or the second side of the sanctification should come from my own part. ശുദ്ധീകരണത്തിന്റെ മറ്റൊരു വശം നമ്മളാൽ തന്നെ നടത്തപ്പെടേണ്ടതാണ്. I have a part in sanctification. എനിക്ക് വിശുദ്ധീകരണത്തിൽ ഒരു പങ്കുണ്ട്. That is that I have to live in sanctification. കാരണം ഞാൻ വിശുദ്ധീകരണത്തിൽ നിലനിൽക്കണം. We have seen the godly part in sanctification. ശുദ്ധീകരണത്തിൽ ദൈവത്തിന്റെ പങ്ക് എന്ത് എന്ന് നമ്മൾ പഠിച്ചു. And this morning we are going to learn my part in sanctification process. ശുദ്ധീകരണത്തിന്റെ അല്ല വിശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിൽ എന്റെ പങ്ക് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് പൽക്കാലം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. The Bible very clearly teaches us about all these things. ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. Would you please turn with me to 2 Timothy chapter 2 verse 21. 2 തിമോത്തിയോസ് രണ്ടാം അധ്യായം 21 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's read that passage. ആ വേദഭാഗം നമുക്ക് വായിക്കാം. 2 Timothy chapter 2 verse 21. 2 തിമോത്തിയോസ് രണ്ടാം അധ്യായം 21 22 വാക്യങ്ങൾ. 21. Okay, here we read, if a man cleanses himself. ഇവിടെ പറയപ്പെടുന്നത് ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ എന്ന് പറയപ്പെടുന്നു. Here it's not God sanctifying us. ഇവിടെ പറയപ്പെടുന്നത് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ള കാര്യമല്ല. He has already done that. അത് നമുക്ക് വേണ്ടി അവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. And now it is the human part or my part. ഇവിടെ പറയപ്പെടുന്നത് മാനുഷികമായി ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ എന്റെ കടമ എന്നുള്ളതാണ്. What I am supposed to do. ഞാൻ എന്ത് ചെയ്യണം? The Paul says teaches to Timothy. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ പഠിപ്പിക്കുമ്പോൾ if a man cleanses himself from these things. ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്ന് ഒരുത്തൻ തന്നെത്താൻ വെടിപ്പാക്കിയാൽ എന്നാണ് പറയുന്നത്. Let's turn to 1 Timothy chapter 6 verse 11. 1 തിമോത്തിയോസ് 6 അധ്യായം 11 വാക്യത്തിലേക്ക് കടന്നു വരാം. A man of God has to flee from all these things. ദൈവഭക്തനായുള്ളവൻ ദൈവമനുഷ്യനായുള്ളവൻ ഇതിൽ നിന്നൊക്കെ വിട്ടോടേണം എന്നോട് പറയപ്പെടുന്നു. A man of God has to flee himself from these things. ദൈവത്തിന്റെ മനുഷ്യനായുള്ളവൻ തന്നെത്താൻ ഇതിൽ നിന്നൊക്കെ വിട്ടോടേണം. God is not going to chase you out of these things. ഇവയിൽ നിന്ന് ദൈവം നിന്നെ തുരത്തി വിരട്ടി ഓടിക്കുകയില്ല. God is not going to chase you from this situation. ഈ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ വിരട്ടി ഓടിക്കുവാൻ ചെയ്യേണ്ട. You have from that. നീ അവയിൽ നിന്ന് വിട്ടോടേണം. In the name of Jesus. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. Let us turn to 1 John chapter 3 verse 3. 1 യോഹന്നാൻ
മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിലേക്ക് കടന്നു വരാം. There we read, അവിടെ നമ്മൾ വായിക്കുന്നു, Apostle John teaches us about the doctrine of holiness and sanctification. അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധീകരണത്തെയും ശുദ്ധീകരണത്തെയും കുറിച്ച് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. 1 John chapter 3 verse 3. 1 യോഹന്നാൻ മൂന്നാം അധ്യായം മൂന്നാം വാക്യം. There we read, അവിടെ നമ്മൾ വായിക്കുന്നു, that we have to sanctify ourselves. Everyone who has this hope in him purifies himself. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. Purifies himself. തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. Be very cautious over here. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. He keeps himself here. അവൻ തന്നെത്താൻ വിശുദ്ധീകരിച്ച് നിർമ്മലമാക്കുന്നു. He runs away from filthiness. ഒരു പ്രാവശ്യം അശുദ്ധിയിൽ നിന്ന് നീങ്ങിയതിനു ശേഷം, Dear brothers and dear sisters, the word of God says, പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, that is my part, what I have supposed to do. ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അത് എന്ന് പറയപ്പെടുന്നു. I have to purify myself. ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കണം. Chapter 5 verse 18. 5-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരാം. There we read, അവിടെ നമ്മൾ വായിക്കുന്നു, we know that anyone born of God does not continue in sin, but one who are born of God keep himself safe from every evil and sin. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. He keeps himself safe from sin. പാപത്തിൽ നിന്ന് അവൻ തന്നെത്താൻ വിലക്കി സൂക്ഷിക്കുന്നു. In 2 Corinthians chapter 7 verse 1 we read, 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ Paul very clearly teaches about that. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. Let's turn to 2 Corinthians chapter 7 verse 1. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Since we have these promises, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, dear brothers, let us purify ourselves from everything that contaminates our body. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളാം. Let's purify ourselves. നമ്മെ തന്നെ വെടിപ്പാക്കാം. All these verses declare the responsibility of a believer, how he has to keep himself in purity. ഈ ദൈവവചനമൊക്കെയും ഒരു വിശ്വാസി തന്നെത്താൻ എങ്ങനെ സൂക്ഷിച്ച് നിർമ്മലീകരിച്ച് തന്നെ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. It is true that God sanctified you by the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ചു എന്നുള്ള സത്യം It is true that you have been purified by the power of Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും സത്യം തന്നെ. It is true that God purifies you through the chastisements He നിന്റെ ജീവിതത്തിൽ നൽകപ്പെടുന്ന കഷ്ടതകൾ മുഖാന്തരം നീ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത് സത്യം. But there is a great responsibility on each and every believer. എന്നാൽ ഓരോ വിശ്വാസിയുടെ മേലും വളരെ വലിയൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. After God sanctifies you, ദൈവം നിന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം you have to live in that sanctification. ആ ശുദ്ധീകരണത്തിൽ നീ തുടർന്നും ജീവിക്കണം. You have to keep yourself pure and holy. നിന്നെ തന്നെ ശുദ്ധിയിലും വിശുദ്ധിയിലും തന്നെ നിരന്തരം കാത്തുകൊള്ളണം. How can we do that? എങ്ങനെ അത് നമുക്ക് ചെയ്യുവാൻ കഴിയും? How can we purify ourselves? നമ്മളെ തന്നെ എങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കുവാൻ കഴിയും? The word of God, how do we sanctify ourselves? എങ്ങനെ നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കുവാൻ കഴിയും? How do we keep the sanctification? അല്ല എങ്കിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണം എങ്ങനെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയും? What is my part in sanctification? ശുദ്ധീകരണത്തിൽ എന്റെ പങ്ക് എന്ത്? They fail in their day-to-day affairs. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടു You പോവുകയാണ്. know what is the reason behind it? അതിന്റെ കാരണം എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? The word of God very clearly tells us this morning. ഈ രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ കാര്യങ്ങൾ Let's വെളിപ്പെടുത്തുകയാണ്. come to the first stage of sanctification, first step of sanctification. ശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ പടിയിലേക്ക് നമുക്ക് കടന്നു വരാം. Get rid of certain things. ചില കാര്യങ്ങളൊക്കെ നീക്കിക്കളയാം. Get rid of certain things. ചില കാര്യങ്ങൾ നീക്കിക്കളയാം. Let's turn to the gospel. Let's turn to the book of Genesis chapter 35 verse 12. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ It's തിരിക്കാം. a very controversial passage. അത് വളരെ വിരുദ്ധമായ അഭിപ്രായങ്ങളുള്ള വേദഭാഗമാണ്. Anyway, let's turn to that passage now. എങ്കിലും ആ വേദഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. That is the verse many people take to emphasize certain doctrines. ചില ഉപദേശങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്യമാണ്. Let's turn to chapter 35. 35-ാം അധ്യായം. Let's turn to verse 3. 3-ാം വാക്യം. It's not 12, verse 3. Okay. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. Okay, go on. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും
കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. Okay, let's continue from verse 2. There we read the word of God came to Jacob. യാക്കോബിന് ദൈവത്തിന്റെ വചനം ഉണ്ടായതായി അവിടെ വായിക്കുന്നു. And God told him to go back and stay at Bethel. ബethേലിലേക്ക് മടങ്ങി ചെന്ന് താമസിക്കുവാൻ പറയുകയാണ്. And verse 2 we read, this is what Jacob said to his wife. രണ്ടാമത്തെ വാക്യത്തിൽ യാക്കോബ് തന്റെ കുടുംബത്തോട് പറഞ്ഞ കാര്യം നമ്മൾ So വായിക്കുകയാണ്. Jacob said to his household യാക്കോബ് തന്റെ കുടുംബത്തോടും and കൂടെയുള്ളവരോടും to all of his family members, get rid of all the foreign gods you have with you and purify yourself and change your clothes. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. Then come, let's go up to the Bethel, where I will build an altar to God who answered me in the day of my trouble. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. Verse 4, read very carefully. നാലാം വാക്യം ശ്രദ്ധയോട് വായിക്കാം. So they gave Jacob all the foreign gods, and they had rings in their ears, and Jacob buried them under the oak at Shechem. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, let's read into this passage very carefully. ഈ വേദഭാഗം നമുക്ക് ശ്രദ്ധയോട് വായിക്കാം. Now God revealed to Jacob. ഇപ്പോൾ ദൈവം യാക്കോബിന് വെളിപ്പെട്ടു. It's almost 20 years has passed now. 20 വർഷം കഴിഞ്ഞു. Now Jacob has already forgotten the covenant that he has made with God. ദൈവത്തോട് യാക്കോബ് ചെയ്തതായ ഉടമ്പടി അവൻ മറന്നു കഴിഞ്ഞിരിക്കുന്നു. Now God is reminding Jacob to come back to Bethel and fulfill the vow that he has made unto God. യാക്കോബിനോട് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, ബഥേലിലേക്ക് മടങ്ങി വന്ന് നീ എന്നോട് ചെയ്ത ഉടമ്പടി നിറവേറ്റുക എന്ന്. That is the context of this passage. ഈ വേദഭാഗത്തിന്റെ സാഹചര്യം അതാകുന്നു. Now his 2 wives are heathens. 2 ഭാര്യമാരും ജാതികളിൽ നിന്നുള്ളവരാണ്. 20 years he has been living in Bethel Aram. ഇതാ ബത്തനരാമിൽ 20 വർഷം അവൻ താമസിച്ചു കഴിഞ്ഞിരിക്കുന്നു. The wives he had taken are from heathen backgrounds. ഇതാ താൻ എടുത്ത ഭാര്യമാർ ജാതികളിൽ നിന്നുള്ളവരാണ്. And the children are also in the same manner. തന്റെ പൈതങ്ങളും അതേ രീതിയിൽ വളർത്തപ്പെട്ടവരാണ്. 20 years life at Bethel Aram has already made him to look like a heathen. ബത്തനരാമിൽ താൻ ജീവിച്ചതായ 20 വർഷം അവനെ ഒരു ജാതീയ പുരുഷനാക്കി തീർത്തിരിക്കുകയാണ്. The wife do not know what God has told him. ദൈവം അവനോട് പറഞ്ഞ എന്ത് എന്ന് തന്റെ ഭാര്യമാരോ കുടുംബമോ അറിയുന്നില്ല. None of them do not know the covenant that he has made with God. ദൈവത്തോട് യാക്കോബ് ചെയ്ത ഉടമ്പടിയെ കുറിച്ച് തന്റെ കുടുംബത്തിൽ ആർക്കും അറിയില്ല. Even Jacob has forgotten all the things what happened in his life. അവന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ യാക്കോബ് തന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. Now after 20 years God reveals to him once again. 20 വർഷം കഴിഞ്ഞ് ദൈവം വീണ്ടും യാക്കോബിനെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. And reminds him of the things that happened in his life. അവന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് ദൈവം അവനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. And explains him what he said with God at Bethel. ആ ബഥേലിൽ വെച്ച് ദൈവത്തോട് യാക്കോബ് ചെയ്ത ഉടമ്പടിയും വാക്കുകളും എന്ത് എന്ന് ദൈവം അവനെ ഓർമ്മിപ്പിച്ചു. In verse 2 we read what Jacob said to his household. തന്റെ കുടുംബത്തോട് യാക്കോബ് പറഞ്ഞ കാര്യം 35-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. Remember the background of the family right now. ഇപ്പോൾ ആ കുടുംബത്തിന്റെ സാഹചര്യം എന്ത്, പശ്ചാത്തലം എന്ത് എന്ന് ചിന്തിക്കുക. The wives are from heathen backgrounds. ഭാര്യമാർ ഇതാ ജാതികളിൽ നിന്ന് The എടുക്കപ്പെട്ടവർ. family lifestyle is from a heathen background. കുടുംബ ജീവിതവും തന്നെ അന്തരീക്ഷം തന്നെ ജാതീയമാണ്. All the heathen idols are with them. ജാതീയ ദേവന്മാർ അവരുടെ പക്കലുണ്ട്. Even the dress is also heathen dress style. അവരുടെ വസ്ത്രധാരണ പോലും ജാതീയമാണ്. Now God is telling to Jacob, now go back to Bethel, the place where you made a covenant with me. ഇപ്പോൾ ഇതാ യഹോവയായ ദൈവം യാക്കോബിനോട് പറയുകയാണ്, നീ എന്നോട് ഉടമ്പടി ചെയ്തായ ആ ബഥേലിലേക്ക് മടങ്ങി ചെല്ലുക. Now Jacob shared this vision and shared the commandment of God with his wife. ഇപ്പോൾ ഇതാ യാക്കോബ് ദൈവത്തോട് ചെയ്ത ഉടമ്പടിയും ദൈവം തന്ന വാഗ്ദത്തത്തെ കുറിച്ചും തന്റെ കുടുംബത്തോടും കൂടെയുള്ളവരോടും അവൻ വിവരിക്കുകയാണ്. So he told his household, തന്റെ കുടുംബത്തോട് അവൻ പറയുന്നു, get rid of all the foreign gods you have. നിങ്ങളുടെ അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് and change the clothes. നിങ്ങളുടെ വസ്ത്രം മാറുവിൻ. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? They were living in a heathen background. അവൻ ഒരു ജാതീയ സാഹചര്യത്തിൽ ജീവിക്കുകയാണ്. His wives were not believers or has no connection with the God
God of Abraham. അബ്രഹാമിന്റെ ദൈവത്തോട് തന്റെ യാക്കോബിന്റെ ഭാര്യമാർക്ക് ഒരു ബന്ധവുമില്ല. They were living in a heathen background. അവർ ജാതികമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചു പോരുന്നവരാണ്. Now the time has come to separate themselves and come to the house of God. ഇവർ തന്നെ വേർപെടുത്തി ദൈവിക ഭവനത്തിലേക്ക് വരേണ്ട സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. So Jacob is telling his household to sanctify themselves to worship God. അതുകൊണ്ട് യാക്കോബ് തന്റെ കുടുംബത്തിലുള്ളവരോട് പറയുകയാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവീൻ. Things he has told them was to remove all the foreign gods and secondly to change the dress. രണ്ട് കാര്യം യാക്കോബ് തന്റെ കുടുംബത്തോട് ആവശ്യപ്പെടുകയാണ്. ഒന്ന്, അന്യദേവന്മാരെ നീക്കിക്കളവീൻ. രണ്ട്, വസ്ത്രം മാറുവീൻ. But when we come to the chapter verse 4, എന്നാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ we see that his wives gave him the earrings and the ornaments they were wearing. ഇവിടെ പറയപ്പെടുന്നത് തന്റെ ഭാര്യമാർ തന്റെ പക്കലുള്ള കാതുകളിലെ കുണുക്കുകളെയും പൊന്നിനെയും ഒക്കെയും യാക്കോബിന്റെ കയ്യിൽ കൊടുത്തതായി കാണുന്നു. Jacob did not ask their earrings. യാക്കോബ് ഈ ഭാര്യമാരോട് അവരുടെ കാതിലെ കുണുക്കുകളെ ചോദിച്ചില്ല. So what does it mean? എന്താണ് അതിന്റെ അർത്ഥം? You have to study it in the biblical context and in the word of God. വേദപുസ്തക പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. In the olden days, people wore the ornaments of the gods whom they were worshipping. പഴയ കാലത്തിൽ ജനങ്ങൾ ഇട്ടിരുന്ന ആഭരണങ്ങൾ അവരാരാധിച്ച ദേവന്മാരുടെ കുറിച്ചുള്ള ആഭരണങ്ങളായിരുന്നു. Even nowadays it's somewhat true. ഇപ്പോഴും അത് ശരി തന്നെയാണ്. By the ornaments they wear we can see whether it's a Christian or a Hindu or a Bhakta of Sai Baba or Amritananda. അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ നോക്കിയാൽ അറിയാം അവർ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ സായിബാബയുടെ അനുയായികളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Because the locket carries the picture of the God whom they worship. കാരണം അവർ ആരാധിക്കുന്ന ദൈവത്തിന്റെ ദേവന്മാരുടെ അടയാളമുള്ള ലോക്കറ്റുകളാണ് അവർ ഇട്ടിരിക്കുന്നത്. This is the advanced form of worship. അത് ആരാധനയുടെ മുന്നേറ്റത്തിലുള്ള അടയാളങ്ങളാണ്. So they used to take the ornaments with gold, silver and many other things. അതുകൊണ്ട് അവർ തങ്ങളുടെ ആഭരണങ്ങൾ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിടാറുണ്ട്. But in the olden days, എന്നാൽ പഴയ കാലങ്ങളിൽ all the ornaments were made with a symbol of the God they worship. അവർ ധരിച്ചിരുന്ന എല്ലാ ആഭരണങ്ങളും അവർ ആരാധിച്ചു പോന്ന ദേവന്മാരുടെ അടയാളമുള്ള ആഭരണങ്ങളായിരുന്നു. It was dedicated unto that heathen gods. ആ ജാതീയ ദേവന്മാർക്ക് അവർ അതിനെ സമർപ്പിച്ചിരുന്ന ആഭരണങ്ങളായിരുന്നു. It carried the picture or the symbol of the foreign gods. അന്യ ദേവന്മാരുടെ അടയാളങ്ങളും പടങ്ങളും അതിലുണ്ടായിരുന്നു. So that's why when Jacob told his household to remove all foreign gods, they removed everything that carried the symbol of foreign gods. അതുകൊണ്ടാണ് യാക്കോബ് തന്റെ കുടുംബത്തോട് അന്യദേവന്മാരെ നീക്കിക്കളക എന്ന് പറഞ്ഞപ്പോൾ അന്യദേവന്മാരുടെ അടയാളമുള്ള എല്ലാ ആഭരണങ്ങളെയും ആ സ്ത്രീകൾ മാറ്റിയത്. Everything that carried the symbol of foreign gods. അന്യദേവന്മാരുടെ അടയാളമുള്ള എല്ലാ കാര്യങ്ങളെയും അവർ നീക്കിക്കളഞ്ഞു. That's why they removed everything. അതുകൊണ്ടാണ് അവരെല്ലാം അത് മാറ്റിക്കളഞ്ഞത്. Let me tell you something. God is not angry with silver or gold. ദൈവം പൊന്നിലും വെള്ളിയിലും ദേഷ്യമുള്ള ആളല്ല. God is not angry with all those material things. ആ ഭൗതികമായ കാര്യങ്ങളോട് ദൈവത്തിന് വിരോധമില്ല. But when it carries the symbol of a foreign god, എന്നാൽ അവയൊക്കെയും അന്യദേവന്മാരുടെ അടയാളങ്ങളെ ഉള്ളവയായി തീരുമ്പോൾ, when you give the glory of God to these foreign gods, നിന്റെ ദൈവത്തിന്റെ മഹത്വത്തെ ഈ അന്യദേവന്മാർക്ക് നീ അർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ, when you carry the symbol of a foreign god, അന്യദൈവത്തിന്റെ അടയാളം നീ ചുമന്നു കൊണ്ടുപോകുമ്പോൾ, that make you unworthy to worship God. ദൈവത്തെ ആരാധിപ്പാനായി നിന്നെ അയോഗ്യനാക്കി അത് തീർക്കുകയാണ്. That makes you unworthy to worship living God. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിനക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുകയാണ്. So when Jacob told his household to remove the foreign gods from their midst, യാക്കോബ് തന്റെ കുടുംബത്തോട് അന്യദേവന്മാരെ ഭവനത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ പറഞ്ഞപ്പോൾ, they removed everything that carries the symbol of the ungodly, of the foreign gods. അന്യദേവന്മാരുടെ അടയാളമുള്ള എല്ലാ കാര്യങ്ങളെയും തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവർ നീക്കിക്കളവാനിടയായി. So sanctification starts at home. വിശുദ്ധീകരണം ഭവനത്തിൽ നിന്ന് തുടങ്ങുകയാണ്. You have to get rid of anything related to idolatry or false gods or witchcraft or anything other than Jesus. യേശുവിനെ അല്ലാതെ അന്യ ആരാധന, വിഗ്രഹാരാധന, മന്ത്രവാദം, ഇതിനടിസ്ഥാനപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഭവനത്തിൽ നിന്ന് നമ്മൾ നീക്കേണ്ടിയിരിക്കുന്നു. You have to remove it from your home. സ്വന്തം ഭവനത്തിൽ നിന്ന് നമ്മൾ നീക്കിക്കളയണം. If you carry it in your purse, you have to remove it. നിങ്ങളുടെ പേഴ്സിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നീക്കിക്കളയണം. If you wear it in your body, you have to remove it. നിന്റെ ശരീരത്തിൽ ധരിക്കുന്നുവെങ്കിൽ നീക്കിക്കളയണം. Because that is the process of sanctification. കാരണം വിശുദ്ധീകരണത്തിന്റെ പടികളാണ് അവ. God does not want that you should carry anything that brings reproach to
the name of God. ദൈവത്തിന്റെ നാമത്തിന് നിന്ന വരുത്തുന്ന ഒന്നും നമ്മൾ വഹിക്കുവാനായി ദൈവം നമ്മളെ കുറിച്ച് So ആഗ്രഹിക്കുന്നില്ല. the first step of sanctification is to get rid of certain things. ആദ്യപടിയായി വിശുദ്ധീകരണത്തിന്റെ ആദ്യപടിയായി ഉള്ളത് ചിലതൊക്കെ നമ്മൾ നീക്കി കളയുവാനിടയാകണം. Here Jacob is also telling them they have to change their dress also, clothes also. വസ്ത്രം മാറുവീൻ എന്നുകൂടെ യാക്കോബ് തന്റെ കുടുംബത്തോട് പറയുന്നതായി കാണുന്നു. Even the dress style is different for a child of God. ദൈവ പൈതലിന് വസ്ത്രധാരണയ്ക്ക് പോലും വ്യത്യാസമുണ്ട്. We have a special dress code to worship God. ദൈവത്തെ ആരാധിപ്പാനായി നമുക്കൊരു വസ്ത്രധാരണയുണ്ട്. That's why when Jacob said to his household that you have to change your clothes, it means that anything that relates to the Padan Aram, to the old way of life, has to be removed and get rid of, so that then only you can receive the blessings of God. യാക്കോബ് തന്റെ കുടുംബത്തോട് വസ്ത്രം മാറുവീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്റെ പഴയ ജീവിത ശൈലിയുമായി പത്തൻ അരാമിന്റെ ജീവിതവുമായി ജാതീയ ജീവിതമായി ഉള്ള എല്ലാ വസ്ത്രങ്ങളെയും മാറ്റിക്കളയണം എന്നുള്ളതാണ് അവിടെ പറയപ്പെടുന്നത്. Anything related to idolatry, വിഗ്രഹാരാധനയ്ക്ക് അടിസ്ഥാനപ്പെട്ട ഏത് കാര്യവും, anything related to false gods, അന്യ ദൈവന്മാർക്ക് അടിസ്ഥാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, anything related to witchcraft, മന്ത്രവാദത്തോട് ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും, anything related to other than the true God Jesus, യേശുക്രിസ്തു എന്ന യഥാർത്ഥ ദൈവത്തിന് അല്ലാതെ എല്ലാ ബന്ധങ്ങളെയും, anything related to that bring reproach to the name of God, ദൈവത്തിന്റെ നാമത്തിന് നിന്ന വരുത്തുന്ന എല്ലാം has to be get off, എല്ലാം നീക്കിക്കളയണം, has to be removed. എല്ലാം നീക്കപ്പെടണം. God is so strict in that thing. ആ കാര്യത്തിൽ ദൈവത്തിന് വളരെ കർശനമുണ്ട്. God is not angry with the ornaments, but if the ornaments carry the symbol of an ungodly thing, God says you have to remove it. ദൈവത്തിന് ആഭരണത്തോടല്ല വിരോധം, അന്യദേവന്മാരുടെ അടയാളമുള്ള ആഭരണത്തോട് ദൈവത്തിന് പ്രസാദമില്ല. അത് നിങ്ങൾ നീക്കിക്കളയുക തന്നെ വേണം. God doesn't want that you should please him with that. അത് ധരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായി ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. That is the stand of this church, dear brother. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സഭയുടെ അടിസ്ഥാനം അത് തന്നെയാണ്. If you wear the ornaments that carry the ungodly things, that carry the symbol of ungodly things, you should not wear it. അന്യദേവന്മാരുടെ അടയാളമുള്ള ദൈവത്തിന് പ്രസാദമല്ലാത്ത അടയാളങ്ങളുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് നീക്കിക്കളയുക തന്നെ വേണം. If you wear the ornaments of false gods, you have to remove it. തെറ്റായ ദൈവങ്ങളുടെ അന്യ ദൈവങ്ങളുടെ അടയാളമുള്ള ചിഹ്നമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നുവെങ്കിൽ അത് നീക്കിക്കളയുക തന്നെ വേണം. If you wear anything that relates to idolatry, you have to remove it. വിഗ്രഹാരാധനയ്ക്ക് അടിസ്ഥാനമായുള്ള എന്തെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അത് നീക്കിക്കളയുക തന്നെ വേണം. Anything related to witchcraft, you have to remove it. മന്ത്രവാദത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളയണം. Anything related to sorcery, you have to remove it. ആഭിചാരത്തിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളയണം. Anything related to black magic, you have to remove it. ബ്ലാക്ക് മാജിക്കിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളയണം. Anything related to witchcraft, anything related to satanic worship, you have to remove it. സാത്താന്യ ആരാധനയ്ക്ക് അടിസ്ഥാനപ്പെട്ട എന്തെങ്കിലും ശരീരത്തിൽ ധരിച്ചിട്ടുണ്ട് എങ്കിൽ അത് നീക്കിക്കളയണം. Anything related to anything that are not compromising to the word of God, anything against the word of God, you have to remove it. ദൈവവചനത്തിന് നിരക്കാത്ത, ദൈവവചനത്തിന് എതിരായുള്ള എന്തെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കിക്കളയണം. Even if that may be a good art of a piece of art, ഒരു നല്ല കലാവസ്തുവായിരിക്കാം. Even if it stands against the word of God, എന്നാൽ ദൈവവചനത്തിന് എതിരായുള്ളതാണ് എങ്കിൽ, if it is related to idolatry, അത് വിഗ്രഹാരാധനയ്ക്ക് അടിസ്ഥാനപ്പെട്ടതാണെങ്കിൽ, it has to be removed from your home. Then only God's sanctification process will continue in your house and you will receive the blessings of God. നിങ്ങളുടെ ഭവനത്തിൽ അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ അത് നീക്കിക്കളയണം. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ പൂർണ്ണമായി നിങ്ങൾ തീരുകയും ദൈവത്തിന് പ്രസാദമുള്ളവരായി നിങ്ങൾ തീരുകയും ചെയ്യുള്ളൂ. Don't think that God's angel will come in the night and pick it up and take it away from your home. ഒരിക്കലും വിചാരിക്കേണ്ട ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അതൊക്കെ എടുത്തു മാറ്റുമെന്ന് ചിന്തിക്കേണ്ട. You have to do it yourself. നിങ്ങൾ തന്നെ അത് ചെയ്തിരിക്കണം. That's what the word of God says. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. Sanctify yourself. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിക്കുക. Sanctification is purification. ശുദ്ധീകരണം എന്ന് പറയുന്നത് is taking away what stands against the word of God. ദൈവവചനത്തിന് വിരോധമായുള്ള മാലിന്യങ്ങൾ നീക്കിക്കളയുക എന്നുള്ളതാണ്. Even if it is a material thing, God is not angry with the material things because it denotes to a false worship. You have to remove it. അത് ഒരു ഭൗതിക വസ്തുവായിരിക്കാം, അതിനോട് ദൈവത്തിന് വിരോധമില്ല. എന്നാൽ അന്യ ദേവന്മാർക്കുള്ള വസ്തുവാണെങ്കിൽ അതിനോട് ദൈവത്തിന് പ്രസാദമല്ല, അത് നീക്കിക്കളയുക തന്നെ ചെയ്യണം. God is not angry with any piece of wood. ഒരു മരക്കഷ്ണത്തോട് ദൈവത്തിന് ദേഷ്യമില്ല. But because it stands for a false worship, God says that you have to remove it. എന്നാൽ അത് അന്യ ആരാധനയായി മാറുമ്പോൾ
മാറുമ്പോൾ, അതൊരു വിഗ്രഹമായി മാറുമ്പോൾ ദൈവത്തിന് അത് പ്രസാദമില്ല. അത് നിങ്ങൾ നീക്കിക്കളക തന്നെ വേണം. God is not angry with a piece of metal. ഒരു കഷ്ണം ലോകത്തോട് ദൈവത്തിന് ദേഷ്യമില്ല. That can be gold or silver or iron or anything. അത് വെള്ളിയോ പൊന്നോ ഇരുമ്പോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. But if that piece of metal stands for a false worship and for witchcraft and for something stands against the word of God, God's anger will reside upon your family and you will never be blessed. ആ ലോകം ഏത് വസ്തുവായിരുന്നാലും ദൈവത്തിന് പ്രസാദമില്ലാത്ത അന്യ ദൈവങ്ങൾക്ക് ആരാധന കൊടുക്കുന്ന, വിഗ്രഹാരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്ന വസ്തുവാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലും നീക്കിക്കളയണം. ദൈവിക അനുഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് ഇറക്കപ്പെടുകയില്ല. God is not angry with a handful of mud. ഒരു പിടി കളിമണ്ണോട് ദൈവത്തിന് ദേഷ്യമില്ല. But if that mud represents to a false god, a false worship, a false shrine, the Spirit of God says you will never receive the blessings of God, but God's condemnation, His condemnation will be upon you. ഒരു പിടി കളിമണ്ണോട് ദൈവത്തിന് ദേഷ്യമില്ല എങ്കിലും ആ ഒരു പിടി കളിമണ്ണ് അന്യ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്ന, അന്യ ദൈവങ്ങൾക്ക് ആരാധന കൊടുക്കുന്ന ഒരു വസ്തുവായി മാറുന്നുവെങ്കിൽ ആ വസ്തുവിനോട് ദൈവത്തിന് പ്രസാദമില്ല. ആ വസ്തു ഉള്ളിടത്തോൾ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകില്ല, ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുകയുള്ളൂ. The Bible very clearly tells us that God expects sanctification from His people. ദൈവത്തിന്റെ വചനം വ്യക്തമായ കാര്യം പറയുന്നു. ദൈവം ശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവമാണ്. When God called Jacob, when He asked him to go and worship Him in Bethel, Jacob is telling to his own household, sanctify yourself by removing everything that stands against the plan and purpose and sanctification of God. ദൈവം യാക്കോബിനെ വിളിച്ചതാ മടങ്ങി ചെന്ന് ബേഥേലിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അവൻ തന്റെ കുടുംബത്തോട് പറയുന്നത് ദൈവത്തിന് പ്രസാദമില്ലാത്ത, യഹോവയായ ദൈവത്തിന് പ്രസാദമല്ലാത്ത എല്ലാ കാര്യങ്ങളും നീക്കിക്കളവീൻ എന്ന് യാക്കോബ് കുടുംബത്തോട് പറയുന്നതായി കാണുന്നു. That may be a dress, maybe. അത് ചിലപ്പോൾ ഒരു വസ്ത്രമായി തീർന്നേക്കാം. It is that dress that stand against the sanctification in your life. അതിന്റെ ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിന് എതിരായി നിൽക്കുന്നത് ആ വസ്ത്രമായിരിക്കാം. Whatever it is. അത് എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ. Whatever it is. അത് എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ. The word of God says. ദൈവത്തിന്റെ വചനം പറയുന്നു. If it relates to a false worship and false way of life. അന്യ ദൈവങ്ങളുടെ ആരാധനയ്ക്കും അന്യമായുള്ള ജീവിത രീതിക്കും ജാതീയ ജീവിത രീതിക്കും അടിസ്ഥാനമായി നിലകൊള്ളുന്നുവെങ്കിൽ, if it has anything to do with the old way of worship, നിന്റെ പഴയ ജീവിതത്തിനും ആരാധനയ്ക്കും അനുസരണമായുള്ള കാര്യമായ നിലകൊള്ളുന്നുവെങ്കിൽ, the Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് you പറയുന്നു, have to get rid of that. അത് നീ നീക്കിക്കളയണം. You have to get rid of അത് that. നീ നീക്കിക്കളയണം. Then only God's blessings will come upon your life. എങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുകയുള്ളൂ. That is about the physical things in our house. നമ്മുടെ ഭവനത്തിലുള്ള ഭൗതിക വസ്തുക്കളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Now there are more things that we have to get rid of. എന്നാൽ അതിലുപരി അനേക കാര്യങ്ങൾ നമ്മൾ നീക്കിക്കളയേണ്ടതുണ്ട്. Let's turn to the book of Colossians chapter 3 verse 8. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരാം. Let's see what Paul says in the Spirit of God. ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം എന്ത് എന്ന് കാണാം. Turn to book of Colossians chapter 3 verse 8. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. Now you must get rid of these things: anger, rage, malice, slander, and filthy language from your lips. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. These are the things that we have to remove, get rid of from our mouth, from our life. നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടവ. If you want to live a sanctified life, ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, if you want to receive God's blessings in your life, നിന്റെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, if you want God's sanctification in your life, ദൈവത്തിന്റെ ശുദ്ധീകരണം നിന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, the word of God very clearly says, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, you have to get rid of these things: ഇവയൊക്കെയും വിട്ടു മാറണം. anger, കോപം, rage, ക്രോധം, malice, ഈർഷ്യ, slander, വായിൽ നിന്ന് വരുന്ന ദൂഷണം, and filthy language. ദുർഭാഷണം. Filthy language. ദുർഭാഷണം. I have heard so many people who have been born again, spirit-filled, tongues, speaking in tongues. Many times filthy words come out of their mouth. ഞാൻ പലപ്പോഴും രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തികൾ ദുർഭാഷണം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. Filthy language. ദുർഭാഷണം that are not fit for the children of God. ദൈവ മക്കൾക്ക് യോജിക്കാത്തത്. The Bible says ദൈവത്തിന്റെ വചനം പറയുന്നു, that is the reason why you are not blessed so far. ഇതുവരെ നീ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം അതാണ്. You have been in the church for last 12 years. കഴിഞ്ഞ 12 വർഷമായി സഭയിലെ വിശ്വാസിയാണ്. 22 years. 22 വർഷം. You worship every Sunday. എല്ലാ ഞായറാഴ്ചയും നീ You bring ആരാധിക്കുന്നു. your tithes unto God. നീ ദശാംശം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നുണ്ട്. But you know why you are not blessed? എന്നാൽ നീ
അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം Because എന്തെന്നറിയാമോ? you are not living in the sanctification, you are not living in the sanctity of God. ദൈവത്തിന്റെ വിശുദ്ധീകരണത്തിൽ ശുദ്ധീകരണത്തിൽ നീ തുടർന്നും ജീവിക്കുന്നില്ല. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? You have to get rid of all your old ways of life. നിന്റെ പഴയ ജീവിത രീതിയൊക്കെയും നീ നീക്കിക്കളയണം. You have to get rid of your anger. നിന്റെ കോപം വിട്ടുകളയണം. You have to get rid of your rage. ക്രോധം വിട്ടുകളയണം. You have to get rid of the malice. ഈർഷ്യ വിട്ടുകളയണം. You have to get rid of the slander. ദൂഷണം വിട്ടുകളയണം. You have to get rid of the filthy language. ദുർഭാഷണം വിട്ടുകളയണം. Dear brother and dear sister, പ്രിയ സഹോദരി സഹോദരന്മാരെ, then only God can bless you. എങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ Let's take the കഴിയുള്ളൂ. book of Ephesians chapter 4 verse 31. എഫേസ് ലേഖനം 4:31 വാക്യത്തിലേക്ക് Paul വരാം. very clearly teaches us something more over there. അവിടെ ഇതാ പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ കൂടുതൽ നമ്മളെ പഠിപ്പിക്കുന്നു. Please turn with me to Ephesians chapter 4 verse 31. എഫേസ് ലേഖനം 4:31 വാക്യം. Apostle Paul very clearly says, അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി ഇവിടെ പറയുന്നു, get rid of all these things, ഇവയൊക്കെയും വിട്ടൊഴിഞ്ഞു പോകുക. all bitterness, എല്ലാ കയ്പും rage, കോപവും anger, ക്രോധവും brawling, അട്ടഹാസവും and slander, ദൂഷണവും along with every form of malice. സകല ദുർഗുണവും. Oh, you have to get rid of all these things. നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. Oh, you have to get rid of these things. ഇതൊക്കെയും വിട്ടൊഴിയണം. If you want to live in sanctity, ശുദ്ധീകരണത്തിൽ തുറന്നു ജീവിക്കാൻ if you want to live in holiness, വിശുദ്ധിയിൽ നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം the Bible says without holiness you cannot see God. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. Without holiness you cannot abide in the kingdom of God. ദൈവരാജ്യത്തിൽ താമസിക്കണമെങ്കിൽ തുറന്നു ജീവിക്കണമെങ്കിൽ So വിശുദ്ധി ആവശ്യമാണ്. We have to of these things. അതുകൊണ്ട് നിർബന്ധമായി ഈ കാര്യങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കണം. You know, certain things are very interesting to us in this passage. ഈ വേദഭാഗത്തിൽ വളരെ നമുക്ക് രസകരമായ ചില കാര്യങ്ങളുണ്ട്. Certain things we love. ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്നവയാണ്. The Bible says, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, you have to get rid of these things. ഇതൊക്കെയും വിട്ടൊഴിയണം. You have to get rid of these things. ഇതൊക്കെയും വിട്ടൊഴിയണം. And let's go to the second step in sanctification. വിശുദ്ധീകരണത്തിന്റെ രണ്ടാമത്തെ പടിയിലേക്ക് കടന്നില്ല. It is take off. ഉരിഞ്ഞുകളക. It's take off. ഉരിഞ്ഞുകളക. This is just like, you know, the best example of a take off is, you know, skin out. തൊലി ഉരിക്കുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If you go to the market, you buy the chicken. മാർക്കറ്റിൽ ചെന്ന് നമ്മൾ കോഴി വാങ്ങിക്കുമ്പോൾ they will skin off the chicken. ആ തൊലി ഉരിച്ചു തരും അവര്. That's what the Bible says. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. You have to skin off. ഉരിഞ്ഞു കളയണം. Why do you have to skin off? എന്തൊക്കെയും ഉരിഞ്ഞു കളയണം? You have to take off or skin off. ഉരിഞ്ഞു കളയേണ്ട, നീക്കി മാറ്റേണ്ട ചില കാര്യങ്ങൾ. Let's turn to the Colossians chapter 3. We have already read that. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. You have to skin off all the old self and old practices. 3-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളക. Old ways of life. പഴയ രീതി. The whole way, the ways that how you talked and how you behaved, you know, everything that connected with the old way of life. നമ്മുടെ പഴയ ജീവിത രീതിക്ക് ബന്ധമായുള്ള വർത്തമാനം രീതികളൊക്കെയും old practices, എല്ലാ പരിചയങ്ങളെയും you have to skin off. അതൊക്കെ ഉരിഞ്ഞു കളയണം. You have to skin it out. അത് ഉരിഞ്ഞു കളയണം. It's very hard. അത് വളരെ കടുപ്പമേറിയ കാര്യമാണ്. It's painful. അത് വേദന ഉളവാക്കുന്ന കാര്യമാണ്. That may even lose your identity. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ നീക്കി കളയുന്നതാണ്. In the Old Testament there was a command given to the Levite priests. ലേവ്യ പുരോഹിതന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നിയമം പഴയ നിയമത്തിൽ ഉണ്ട്. Every animal, if you want to take into the burnt offering sack, into offering, ദഹനയാഗത്തിനായി കൊണ്ടുവരുന്ന എല്ലാ മൃഗങ്ങളെയും has to be skinned off. അതിന്റെ തൊലി ഉരിച്ചു കളയണം. If there is anything in our life that has to be skinned out from us, നമ്മുടെ ജീവിതത്തിൽ ഉരിഞ്ഞു മാറ്റേണ്ട എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ we have to do that. അത് നമ്മൾ ചെയ്തിരിക്കണം. Then only you can live in sanctity. എങ്കിൽ മാത്രമേ നമ്മൾ ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിൽ തന്നെ ജീവിക്കുവാൻ കഴിയുള്ളൂ. Step number 3. 3-ാമത്തെ പടി, put aside. ഉപേക്ഷിക്കുക. No, who has to do all these things? ആരിതൊക്കെയും ചെയ്യണം? Pastor won't come and skin you off. പാസ്റ്റർ വന്ന് നിങ്ങളെ ഉരിഞ്ഞു കളയുകയില്ല. You have to do it. നിങ്ങൾ തന്നെ അത് ചെയ്തിരിക്കണം. You have to do it by yourself. നിങ്ങൾ തന്നെ അത് ചെയ്തിരിക്കണം. The third step. 3-ാമത്തെ പടി, put aside. ഉപേക്ഷിക്കുക. Put aside. ഉപേക്ഷിക്കുക. Let's turn to the book of Romans. റോമാലേഖനം chapter 13. 13-ാം അധ്യായം. Let's verse 12. 12-ാം വാക്യം. Apostle Paul says, അപ്പോസ്തലനായ പൗലോസ് പറയാണ്, it's high time that we have to put aside these things. ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കളയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. Oh, it's let's read that. The night, okay. രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ
വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. Of darkness. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നീക്കിക്കളക. Let's put aside the deeds of darkness. ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക. What are the deeds of darkness? ഇരുട്ടിന്റെ പ്രവൃത്തികളേവ? The works of sin. പാപത്തിന്റെ പ്രവൃത്തികൾ. The works of devil. സാത്താന്റെ പ്രവൃത്തികൾ. The things that pleases Satan. സാത്താനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ. That are the works of darkness. അതൊക്കെയും അന്ധകാരത്തിന്റെ പ്രവൃത്തികളാണ്. Bible says വേദപുസ്തകം പറയുന്നു we have to put aside those things. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണം. The three things what we have to do now. നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. We have to get rid of certain things. ചിലതൊക്കെ നമ്മൾ നീക്കിക്കളയണം. We have to take off certain things. ചിലതൊക്കെ ഉരിഞ്ഞു കളയണം. And thirdly, മൂന്നാമതായി we have to put aside നമ്മൾ ഉപേക്ഷിക്കണം. forever and ever. എന്നേക്കുമായി. Forever and ever. എന്നേക്കുമായി. We have to put aside. അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. And then what we have to do? അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? We have to bury them. ചിലതൊക്കെ കുഴിച്ചിടണം. We have to bury. നമുക്ക് കുഴിച്ചിടണം. Genesis chapter 35. ഉൽപ്പത്തി 35-ാം അധ്യായം verse 4. 4-ാം വാക്യം. When the household of Jacob gave all these things into the hands of Jacob. യാക്കോബിന്റെ കുടുംബക്കാരൊക്കെ യാക്കോബിന്റെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ Jacob didn't thought, okay, let's go take it to the bank and have a good mortgage out of it. നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ട് അതിൽ നിന്ന് പലിശ വാങ്ങിക്കാം എന്നല്ല ചിന്തിച്ചത്. No, he buried all those things. അതൊക്കെ അവൻ കുഴിച്ചിട്ടു. Under an oak. അവൻ ശെഖേമിനെതിരെയുള്ള കരുവേലകത്തിൽ അത് കുഴിച്ചിട്ടു. So that nobody can take it back again. അതൊരിക്കലും ആരും വീണ്ടും എടുക്കാതിരിക്കേണ്ടതിന്. The Spirit of God says. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. We have to bury certain things. നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ നീ കുഴിച്ചിടേണ്ടിയിരിക്കുന്നു. In the book of Romans chapter 6 verse 4 we read. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. We are buried with Jesus Christ. ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. Our old nature is buried. നമ്മുടെ പഴയ സ്വഭാവം The കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. things we have get rid of have been buried. നമ്മൾ നീക്കിക്കളയേണ്ട കാര്യങ്ങളൊക്കെ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. Oh, everything has been buried. അതൊക്കെ കുഴിച്ചിടപ്പെട്ടു Our കഴിഞ്ഞു. old nature, പഴയ സ്വഭാവം, the way of life, ജീവിത രീതി, sinful ways, പാപവഴികൾ, the slander, നമ്മുടെ ദുർഭാഷണം, everything, anger, ദേഷ്യം, filthiness, വൃത്തികേട്, everything has been buried. എല്ലാം കുഴിച്ചിടപ്പെട്ടു. Everything has been buried. എല്ലാം കുഴിച്ചിടപ്പെട്ടു. Some people have been buried it, they have kept in freezer. കുഴിച്ചിടാത്ത കാര്യങ്ങളൊക്കെയും ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. Some people hasn't buried it. അത് കുഴിച്ചിട്ടിട്ടില്ല. They have kept it somewhere very safe. They are in locker, you know. അത് ലോക്കറിൽ സൂക്ഷിച്ചു So വെച്ചിരിക്കുകയാണ്. whenever they need, they will go and take it. ആവശ്യമുള്ളപ്പോൾ ചെന്ന് എടുക്കുവാനായി. I have seen some people say, ഞാൻ ചില വ്യക്തികൾ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുതെന്ന്. Don't allow me to take my old nature. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കാൻ ഇടവരുത്തരുത്. I have seen people say like that. അങ്ങനെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. Because they have put it in the locker. അത് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. They haven't buried it. അത് കുഴിച്ചിട്ടിട്ടില്ല. ലോക്കറിൽ വെച്ചിരിക്കുന്ന ദൈവമക്കളൊന്ന് കൈ ഉയർത്തണ്ട കേട്ടോ. Their old nature is in locker. പഴയ സ്വഭാവം ലോക്കറിൽ ഇരിക്കുകയാണ്. So whenever there is a need, they will go and open the locker and put on it. ആവശ്യം വരുമ്പോൾ അത് ചെന്ന് ലോക്കറിൽ നിന്ന് എടുത്ത് ധരിക്കും. To fight with the husband. ഭർത്താവിനോട് വഴക്കുടുവാൻ. To fight with wife. ഭാര്യയോട് വഴക്കുടുവാൻ. To fight with children. പൈതങ്ങളോട് വഴക്കുടുവാൻ. To fight with neighbor. അയൽക്കാരോട് വഴക്കുടുവാൻ. To fight with pastor. പാസ്റ്ററോട് വഴക്കുടുവാൻ. And they will say like this, that's the warning they give. ഇങ്ങനെയാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. Don't force me to take my old nature. എന്റെ പഴയ സ്വഭാവം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കരുത്. എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. It's in the locker. അത് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. It's in the locker. അത് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. Dear brother, പ്രിയ സഹോദരാ, beloved sister, പ്രിയ സഹോദരി, the Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, bury it. അത് കുഴിച്ചിടുക. Bury it. കുഴിച്ചിടുക. Bury it. കുഴിച്ചിടുക. It is true that we have taken it away. അത് നീക്കിക്കളഞ്ഞു എന്നുള്ള സത്യം. It is true that we have get rid of it. അത് നമ്മൾ ഉപേക്ഷിച്ച് നീക്കിക്കളഞ്ഞു എന്നുള്ള It സത്യം. is true that we have put it aside. അത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള സത്യം. But where is it? അത് എവിടെ ഇപ്പോൾ? Even now it's under your custody. അത് ഇപ്പോഴും നിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. It's with your in your locker. അതിന്റെ ലോക്കറിൽ തന്നെയാണ്. It's safe. അത് The സുരക്ഷിതമായിരിക്കുന്നു. Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, bury അത് it. കുഴിച്ചിടുക. Bury അത് it. കുഴിച്ചിടുക. Dear brothers and dear പ്രിയ sisters, സഹോദരി സഹോദരന്മാരെ, that's what we did in baptism. അതാണ് സ്നാനത്തിലൂടെ നമ്മൾ ചെയ്തത്. Through baptism we buried the whole nature. നമ്മൾ സ്നാനത്തിലൂടെ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിടുകയാണ് We ചെയ്തത്. buried the whole nature. പഴയ മനുഷ്യനെ നമ്മൾ കുഴിച്ചിട്ടു. I cannot take it back. അതെനിക്ക് തിരിച്ചെടുക്കാൻ പാടുള്ളതല്ല. It's buried. അത് കുഴിച്ചിടപ്പെട്ടു It's കഴിഞ്ഞു. gone forever. അത് എന്നേക്കുമായി I cannot do നീക്കിക്കളയപ്പെട്ടിരിക്കുന്നു. that sin anymore. ആ ഭാവം എനിക്ക് വീണ്ടും ചെയ്യുവാൻ I കഴിയില്ല. cannot turn back to that sin ആ anymore. പാപത്തിലേക്ക് എനിക്ക് മടങ്ങി ചെല്ലുവാൻ I കഴിയില്ല. cannot go back to that old way anymore.
ആ പഴയ രീതിയിലേക്ക് എനിക്ക് മടങ്ങി ചെല്ലുവാൻ It's കഴിയില്ല. buried. അത് The കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, bury, കുഴിച്ചിടുക, bury, കുഴിച്ചിടുക, bury, കുഴിച്ചിടുക, bury. കുഴിച്ചിടുക. Every day, എല്ലാ ദിവസവും bury something. എന്തെങ്കിലും കുഴിച്ചിടുക. Sometimes our girls at home, ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പൈതങ്ങൾ after cleaning the fish, മീനൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം they will put all the waste in a plastic bag, ഒരു പ്ലാസ്റ്റിക് ബാഗിൽ അവർ എടുത്തിടും. and they will take it and put it in the waste basket. കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടും. They will keep it everything right there. അവിടെ തന്നെ അവർ വെച്ചിരിക്കും. When everybody goes, എല്ലാവരും പോകുമ്പോൾ cats will come പൂച്ചകൾ വരും, and they will tear off the bag, അത് ബാഗിനെ വലിച്ചു തുറക്കും. and there will be a nasty smell everywhere. എല്ലായിടത്തും നാറ്റമുണ്ടാവും. So I used to tell them, അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, bury it down, കുഴിച്ചിടുക, bury it, കുഴിച്ചിടുക, so that nobody can take it back. അത് ആരും മടക്കി എടുക്കാതിരിക്കേണ്ടതിന്. Let me ask you, dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യങ്ങളോട് ചോദിക്കട്ടെ. is there anything in your life that has to be buried? കുഴിച്ചിടപ്പെടേണ്ട ഏതെങ്കിലും കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ? Anything? എന്തെങ്കിലും. We are going to do that. അത് നമ്മൾ ചെയ്യുവാൻ പോവുകയാണ്. After the service, we are having a burial service. അതിനുശേഷം ഈ ആരാധനയ്ക്ക് ശേഷം നമുക്കൊരു കുഴിച്ചിടുന്ന ഒരു ശുശ്രൂഷയുണ്ട്. To bury the things that are displeasing to God. ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങൾ കുഴിച്ചിടുന്ന ഒരു അനുഭവം. To bury the things that are not pleasing our living Father. ജീവനുള്ള നമ്മുടെ ദൈവത്തെ, നമ്മുടെ പിതാവിനെ വേദനിപ്പിക്കുന്ന പ്രസാദമല്ലാത്ത ചില കാര്യങ്ങൾ. To bury the things that are displeasing our heavenly Father. നമ്മുടെ പിതാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. To bury the things that stand against our sanctification. നമ്മുടെ ശുദ്ധീകരണത്തിന് വിരോധമായി എതിരായി നിൽക്കുന്ന കാര്യങ്ങൾ. Let's bury those things. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുഴിച്ചിടാം. Let's bury those things this അങ്ങനെയുള്ള morning. കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് കുഴിച്ചിടാം. Blessed be the name of Jesus. ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. Fifthly, അഞ്ചാമതായി crucify. ക്രൂശിക്കുക. Crucify. ക്രൂശിക്കുക. In Romans chapter 6 verse 8, റോമാലേഖനം 6:8 we read like this. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Don't you know that you are crucified with Christ? നിങ്ങൾ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? And in verse 8 Paul says, 8 അവൻ പറയുന്നു, now if we died with Christ, നമുക്ക് we believe that we will also live with him. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. But we are crucified with him. എന്നാൽ നാം അവനോടുകൂടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Our old nature is crucified with him. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Is there anything that we have to crucify in our life? നമ്മുടെ ജീവിതത്തിൽ ക്രൂശിക്കപ്പെടേണ്ട എന്തെങ്കിലും ഉണ്ടോ? It is true the anger is crucified. ആ കോപം ക്രൂശിക്കപ്പെടണമെന്നുള്ളത് ശരിയാണ്. It is true our lust is crucified. നമ്മുടെ ഇച്ഛകൾ ക്രൂശിക്കപ്പെടണമെന്നുള്ളത് ശരിയാണ്. It is true that our idolatry was crucified. നമ്മുടെ വിഗ്രഹാരാധന ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് സത്യം. It is true that our filthiness was crucified. നമ്മുടെ വൃത്തികേടുകളൊക്കെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് സത്യം. What about the greed? അത്യാഗ്രഹം എന്തുപറ്റി? Oh, it is not crucified. അതിപ്പോഴും ക്രൂശിക്കപ്പെട്ടിട്ടില്ല. What about the anger? ദേഷ്യം, It is not crucified. അത് ക്രൂശിക്കപ്പെട്ടിട്ടില്ല. Every time we get angry, we try to justify our anger. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴൊക്കെയും അത് ന്യായീകരിക്കുവാനായി ശ്രമിക്കുകയാണ്. Every time we get angry, we justify our anger. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴൊക്കെയും ആ ദേഷ്യത്തിന്റെ കാരണം നമ്മൾ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. The Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, every time you justify, you are pampering or petting the sin. ഓരോ പ്രാവശ്യവും നീ ന്യായീകരിക്കുമ്പോൾ നീ പാപത്തിലേക്ക് മടങ്ങി പോവുകയാണ്. അതിനെ ഓമനിക്കുകയാണ്. Every time you justify your sin, നിന്റെ you പാപത്തെ are feeding sin. നിന്റെ പാപത്തെ നീ ന്യായീകരിക്കുമ്പോഴൊക്കെയും നീ പാപത്തിന് ഉത്സാഹം കൊടുക്കുകയാണ്, നീ അതിനെ പോറ്റുകയാണ്. You nourish sin. നീ പാപത്തിന് പോഷിപ്പിക്കുകയാണ്. Don't justify sin in your life. നിന്റെ ജീവിതത്തിൽ പാപത്തെ ഒരിക്കലും ന്യായീകരിക്കരുത്. Never, ഒരിക്കലും ever justify sin. പാപത്തെ ന്യായീകരിക്കരുത്. Crucify. അതിനെ ക്രൂശിക്കുക. In Galatians chapter 5 verse 24 we read, ഗലാത്യലേഖനം 5:24 നമ്മൾ വായിക്കുന്നു, Apostle Paul teaches us that. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. Let's turn to Galatians 5:24. ഗലാത്യലേഖനം 5:24 കടന്നു വരാം. The word of God says, ദൈവത്തിന്റെ വചനം പറയുന്നു,
Those who belong to Christ Jesus have crucified the sinful nature. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കുന്നു. If you belong to Jesus Christ, നീ യേശുവിനുള്ളവനാകുന്നുവെങ്കിൽ the Bible says വേദപുസ്തകം പറയുന്നു, you have crucified your sinful nature. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് നീ ക്രൂശിച്ചിരിക്കുന്നു. You have to crucify it. അത് നീ ക്രൂശീകരിച്ചേ മതിയാകുള്ളൂ. Not for one day, ഒരു ദിവസമല്ല, not for 1 week, ഒരാഴ്ചയല്ല, not for 2 hours during Sunday service. ആരാധന ഇരിക്കുന്ന 2 മണിക്കൂറല്ല, Every day, എല്ലാ ദിവസവും, every day, എല്ലാ ദിവസവും being on cross. ക്രൂശിലായിരിക്കുക. Paul says, I am crucified with Christ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Crucify our fleshly desires. ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കുക. Crucify that stands against the sanctification process of God. ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയ്ക്ക് വിരോധമായുള്ള എല്ലാം ക്രൂശീകരിക്കുക. Get rid of certain things. ചില കാര്യങ്ങളെ നീക്കിക്കളക. Take off certain things. ചിലതൊക്കെ ഉരിഞ്ഞു കളക. Put aside certain things. ചിലതൊക്കെ ഉപേക്ഷിക്കുക. Bury those things. അതൊക്കെയും കുഴിച്ചിടുക. And crucify. അതൊക്കെയും ക്രൂശിക്കുക. And finally, അവസാനമായി shun. വിട്ടോടുക. Shun. വിട്ടോടുക. Second Timothy chapter 2 verse 22, Apostle Paul wants every believer. 2 തിമോഥെയോസ് 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. He gives a very clear-cut warning to the saints of God. ദൈവജനത്തിന്, വിശുദ്ധന്മാർക്ക് അവൻ പ്രത്യേകം പറയുന്നു. Especially to the men of God. ദൈവജനത്തിനോട് പറയുകയാണ്. In chapter 2 verse 22. 2-ാം അധ്യായം 22-ാം വാക്യം. Here we read, flee these things. ഇവയെ വിട്ടോടുക. Flee these things. ഇവയെ വിട്ടോടുക. Run away from these things. ഈ കാര്യങ്ങളെ വിട്ടോടുക. ഇവയെ വിട്ടോടുക. Blessed be the name of Jesus. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. What are the things that we have to run away? ഏതൊക്കെയും വിട്ടോടേണം? That we have to shun away? നമ്മൾ വിട്ടോടേണ്ട കാര്യങ്ങൾ, the desires, the evil desires of youth. യൗവന മോഹങ്ങളെ വിട്ടോടുക. The evil desires of youth. യൗവന മോഹങ്ങളെ വിട്ടോടുക. And in 1 Timothy chapter 6 verse 11 we read, 1 തിമോഥെയോസ് 6:11 നമ്മൾ വായിക്കുന്നു, you man of God, ദൈവമനുഷ്യനായുള്ളവേ, flee from all these things ഇവയൊക്കെയും വിട്ടോടുക. and pursue after righteousness. ദൈവനീതിയെ നീതിക്ക് പുറകെ ഓടുക. Flee വിട്ടോടുക. these things ഇതൊക്കെയും വിട്ടോടുക. that stand against the plan and purpose of God. ദൈവത്തിന്റെ പദ്ധതിക്കും അവന്റെ ലക്ഷ്യത്തിനും എതിരായി ഉള്ളതിനെ വിട്ടോടുക. That stand against the holiness of God. ദൈവത്തിന്റെ വിശുദ്ധിക്ക് എതിരായി ഉള്ളതിനെ വിട്ടോടുക. The best example in the word of God is Joseph. അതിന് നല്ല ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന് യോസഫ് ആകുന്നു. He flee away. He ran away from that sinful situation. അപാപകരമായ സാഹചര്യത്തിൽ നിന്ന് യോസഫ് വിട്ടോടി. Run away from those situations. ആ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടോടുക. Then you need not stand there. അങ്ങനെ തുടർന്നും അല്ല നിൽക്കേണ്ട ആവശ്യമില്ല. You know the problem what happened to Peter was, instead of running away from those soldiers, he sat with them, chatted with them, and he spent time with those people who was warming up themselves. പത്രോസിന് സംഭവിച്ചതായ തെറ്റ് എന്ന് പറയുന്നത്, അവനോട് ചോദ്യം ചോദിച്ചതായ മറ്റുള്ള കാവൽ പടക്കാരെ വിട്ട് ഓടുന്നതിന് പകരം അവൻ അവരോട് കൂടിയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. The Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, we have to run away certain places. ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോടണം. We have to run away from certain food. ചില ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ വിട്ടുപോടണം. We have to run away from certain drinks. ചില പാനീയങ്ങളിൽ നമ്മൾ വിട്ടുപോടണം. We have to run away from our friendships sometimes. ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മൾ വിട്ടുപോടണം. Then only എങ്കിൽ we can മാത്രമേ live a holy life. നമുക്കൊരു വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ കഴിയുള്ളൂ. Those who are born from God ദൈവത്തിൽ നിന്ന് ജനിച്ചവർ keeps himself pure. തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാക്കുന്നു. Keep himself pure. തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാക്കുന്നു. By get rid of certain things from his life. തങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നീക്കിക്കൊണ്ട്, By taking off certain things from his life. ചിലതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട്, By putting aside certain things. ചിലതൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട്, By burying those things. ചിലതൊക്കെയും കുഴിച്ചിട്ടുകൊണ്ട്, By crucifying himself and the desires of the flesh. യവന മോഹങ്ങളെയും ജഡത്തിന്റെ രാഗമോഹങ്ങളെയും ക്രൂശിച്ചുകൊണ്ട്, And also running away from sinful thoughts and sinful
situations. പാപമുളവാക്കുന്ന ചിന്തകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിട്ടോടിക്കൊണ്ട് He keeps himself pure. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരണത്തിൽ കാത്തു സൂക്ഷിക്കുന്നു. He keeps himself pure. അവരെ തന്നെ നിർമ്മലരായി സൂക്ഷിക്കുന്നു. Christ is our sanctifier. ക്രിസ്തു നമ്മളെ വിശുദ്ധീകരിക്കുന്നവൻ. We live in sanctification നമ്മൾ ശുദ്ധീകരണത്തിൽ ജീവിക്കുന്നു by obeying these things. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചുകൊണ്ട്. May the Spirit of God help us to live in the sanctification of Jesus. ക്രിസ്തുവിലൂടെയുള്ള ശുദ്ധീകരണത്തിൽ തുടർന്ന് നമുക്ക് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Let's all stand in the presence of God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. And let's examine our own life. നമ്മുടെ സ്വന്തം ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. Don't blame somebody's life. മറ്റുള്ളവരുടെ ജീവിതത്തെ വിധിക്കുകയോ പഴിക്കുകയോ ചെയ്യേണ്ട. Oh, that person, he wears jewelry. ആ വ്യക്തി ആഭരണം ധരിക്കുന്നു. That person, he had a ring in his hand. അവന്റെ കയ്യിൽ വിരലിൽ മോതിരമുണ്ട്. Oh, this person, he has had a red dress this morning. ഈ ഞായറാഴ്ച കാലം ആ വ്യക്തി ചുവന്ന വസ്ത്രമാണ് ധരിച്ചത്. That man has come to the church with a colored dress. ആ വ്യക്തി ഒരു നിറമുള്ള ഷർട്ട് ഇട്ടാണ് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. Don't blame anybody, dear brother. പ്രിയ സഹോദര, മറ്റുള്ളവരെ പഴിക്കേണ്ട. You examine your own life. നിന്റെ ജീവിതത്തെ നീ തന്നെ ശോധന Oh, ചെയ്യുക. that brother has a mustache. ആ വ്യക്തിക്ക് മീശയുണ്ട്. This man has a beard. ആ വ്യക്തിക്ക് താടിയുണ്ട്. Oh, this man has run such a clothes. ഈ വ്യക്തി ഇന്ന ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. Forget about those things. ആ കാര്യങ്ങളെ കുറിച്ച് മറന്നു കളക. You look into your own life. നിന്റെ സ്വന്തം ജീവിതത്തെ നോക്കുക. Is there anything that you have to take away from your own life? നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട എന്തെങ്കിലും ഉണ്ടോ? Is there anything that you have to get rid of your life? നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കി കളയേണ്ടത് നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? Is there anything that you have to take off? അത് ഉരിഞ്ഞു കളയേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? Is there anything that you have to put aside? ഉപേക്ഷിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? Is there anything that you have to bury now? കുഴിച്ചിടേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? Is there anything that I have to crucify in my life? ക്രൂശിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? Any desires? എന്തെങ്കിലും ആഗ്രഹങ്ങൾ? Anything that I have to crucify? ഞാൻ ക്രൂശിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? That stand against the plan and purpose of God. ദൈവത്തിന്റെ പദ്ധതിക്ക് ഉദ്ദേശത്തിന് വിരോധമായി നിൽക്കുന്നത്. That stands against the sanctification of God. ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന് വിരോധമായിരിക്കുന്നത്. That stands against the God's glory. ദൈവത്തിന്റെ മഹത്വത്തിന് വിരോധമായിരിക്കുന്നത്. Is there any situations that I have to run away? ഏതെങ്കിലും സാഹചര്യങ്ങൾ ഞാൻ വിട്ടോടേണ്ടിയിരിക്കുന്നു. Is there anything that I have to run away from? ഞാൻ വിട്ടോടേണ്ട ഏതെങ്കിലും സാഹചര്യമുണ്ടോ? Sanctify your own life. സ്വന്തം ജീവിതത്തെ ശുദ്ധീകരിക്കുക. Examine your own life. നിന്റെ ജീവിതത്തെ പരിശോധിക്കുക. You have no right to examine the next brother's life. അടുത്ത വ്യക്തിയുടെ ജീവിതത്തെ പരിശോധിപ്പാൻ നിനക്ക് ഒരു അവകാശവുമില്ല. Whether he stand or fall, that's up to God. അവൻ നിൽക്കുന്നതും വീഴുന്നതും ദൈവത്തിനുള്ള Who കാര്യമാണ്. are you to question him? അവനെ ചോദ്യം ചെയ്യുവാൻ നീ ആര്? The Bible says he will stand. The Bible says that he will stand. വേദപുസ്തകം പറയുന്നു അവൻ നിൽക്കും. അവൻ നിൽക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. But you will fall. നീ വീണുപോകും. Because you are looking at the shortcomings of other people. കാരണം നീ മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കുറവുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന You are വ്യക്തിയാണ്. finding fault with others. നീ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന But വ്യക്തിയാണ്. that man, God sanctified that person. But that person is sanctified by God. എന്നാൽ ആ വ്യക്തി ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. He has taken off things that bothers God. ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങൾ അവൻ തന്റെ ജീവിതത്തിൽ നിന്ന് He മാറ്റി has removed കളഞ്ഞുകൊണ്ടിരിക്കുന്നു. everything that grieves the Holy Spirit. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ നീക്കി കളഞ്ഞു But കഴിഞ്ഞു. you എന്നാൽ are നീയോ trying fault with നീ everyone. മറ്റുള്ളവരെ കുറ്റം You are കണ്ടുപിടിക്കുവാനിരിക്കുകയാണ്. trying fault with every person. എല്ലാ വ്യക്തിയും കുറ്റം But കണ്ടുപിടിപ്പാനിരിക്കുകയാണ്. you forget to take care of your own life. എന്നാൽ നിന്റെ സ്വന്തം ജീവിതത്തെ സൂക്ഷിപ്പാൻ നീ മറന്നുപോയി. You failed to sanctify your own life. നിന്റെ ജീവിതത്തെ നീ ശുദ്ധീകരിപ്പാൻ മറന്നുപോയി. You failed to sanctify your life. നിന്റെ ജീവിതത്തെ ശുദ്ധീകരിപ്പാൻ നീ മറന്നുപോയി. You controlled others' life. മറ്റുള്ള ജീവിതത്തെ നിയന്ത്രിച്ചു. You find fault with others. മറ്റുള്ള ജീവിതത്തെ കുറ്റം കണ്ടുപിടിച്ചു. But what about you, dear brother? പ്രിയ സഹോദരാ, നിന്റെ ജീവിതം എങ്ങനെ? Look into your own life. നിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക. Look into your own life. നിന്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുക. Shun evil. തിന്മയെ വിട്ടോടുക. Shun sin. പാപത്തെ വിട്ടോടുക. Crucify yourself. നിന്നെ തന്നെ ക്രൂശീകരിക്കുക. Bury those things that you have put aside. നീക്കി കളഞ്ഞ കാര്യങ്ങൾ കുഴിച്ചിടുക. Bury those things that you have taken off. നീ ഉരിഞ്ഞു കളഞ്ഞ കാര്യങ്ങൾ കുഴിച്ചിടുക. Bury those things that you have get rid of. നീ ഉപേക്ഷിച്ച കാര്യങ്ങൾ കുഴിച്ചിടുക. So that God will be pleased in your life. അങ്ങനെയെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രസാദിക്കും. God will be pleased in your life. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കും. You will be multiplied and you will be blessed by God. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യും. This morning, ഈ സമയം God is calling us to live in sanctity, വിശുദ്ധിയിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. to live in holiness. വിശുദ്ധിയിൽ ജീവിപ്പാൻ. Without holiness, you cannot communicate with God. വിശുദ്ധി കൂടാതെ ദൈവത്തോട് ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. Without holiness, you cannot live with God.
Without holiness, you cannot live with God. വിശുദ്ധി കൂടാതെ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ കഴിയുകയില്ല. Without holiness, you cannot please God. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല. You will be abandoned. നീ തള്ളപ്പെടും, നീ ഉപേക്ഷിക്കപ്പെടും. You will be abandoned. നീ ഉപേക്ഷിക്കപ്പെടും. When he comes to gather his saints, തന്റെ വിശുദ്ധന്മാരെ അവൻ ചേർക്കുവാനായി കടന്നു you വരുമ്പോൾ will be left out. നീ തള്ളപ്പെടും, You will be left out. നീ ഉപേക്ഷിക്കപ്പെടും. You may be a person without mustache. നീ മീശയില്ലാത്തൊരു You വ്യക്തിയായിരിക്കാം, may be a person without any beard. ഒരു താടിയില്ലാത്ത You വ്യക്തിയായിരിക്കാം, may be a person without any ornaments. ആഭരണം ധരിക്കാത്തൊരു But വ്യക്തിയായിരിക്കാം. God is looking into your inner heart. എന്നാൽ ദൈവം നിന്റെ അകത്തെ മനുഷ്യനിലേക്ക്, ഹൃദയത്തിലേക്ക് God is looking into your inner heart. ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. And if he is not seeing the holiness that he expects from your life, you will be left behind. ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്ന വിശുദ്ധി നിന്നിൽ കാണുന്നില്ല എങ്കിൽ അവൻ നിന്നെ ഉപേക്ഷിച്ചു കളയും, And you will be left out. നീ ഉപേക്ഷിക്കപ്പെടും. May the Spirit of God help us to see who we are and where we are. നമ്മൾ ആരാകുന്നുവെന്നും ഏതവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്നുവെന്നും കാണുവാൻ, നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. May this word help me and you to sanctify our life. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായി ഈ വചനം നമ്മളെ സഹായിക്കുമാറാകട്ടെ. May the Spirit of God continue to bless us and lead us into the truth. സത്യത്തിലേക്ക് തുടർന്നും ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും നമ്മളെ നയിക്കുമാറാകട്ടെ. And may the Holy Spirit help us to come to the purity and holiness of God. ദൈവത്തിന്റെ നിർമ്മലതയിലും വിശുദ്ധിയിലും നമ്മൾ ആയിരിക്കാൻ ദൈവം ഈ വചനത്താൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ.